നമ്മുടെ ചേച്ചിമാരാണ് ഇവർ സ്ഥിരം വഞ്ചിപ്പാട്ട് പാടുന്ന ശാസ്ത്രീയമായിട്ട് പഠിച്ചിട്ടൊന്നുമില്ലെങ്കിൽ പോലും ഗംഭീരമായിട്ട് പാടുന്ന ആൾക്കാരാണ്. ഒരു ഗായിക സംഘവും തമ്മിൽ പരിചയപ്പെടും. ഗംഭീരമായിട്ട് തുടങ്ങിയാലോ? അവര് ചെറിയൊരു സെറ്റപ്പിന് സമയമുണ്ടല്ലേ? ആ സമയത്ത് തന്നെ സംസാരിക്കാമല്ലോ. അതായത് ഇപ്പം ഇവിടേക്ക് വന്നു കഴിഞ്ഞിട്ട് നമ്മളെ കൊച്ചുനാളിലേക്കുള്ളൊരു നമ്മുടെ ഒരു വള്ളംകളി ഓർമ്മ എന്താണ്? കൊച്ചു നാളുകൾ ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ ചൈൽഡ്ഹുഡ് ഞാൻ അബ്രോഡായിരുന്നു. അപ്പം വള്ളംകളിയുടെ സമയത്ത് നാട്ടിലുണ്ടാവാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ വള്ളംകളിയുടെ സമയത്ത് നാട്ടിൽ ഇല്ലായിരുന്നു. പക്ഷേ ഈ ടി വിയിലും പിന്നെ നമ്മുടെ ഫാമിലി ഉള്ളവർ പറഞ്ഞിട്ടുള്ള അറിവും എല്ലാം നല്ല നല്ല ഓർമ്മകളാണ്. നമസ്കാരം 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 നിങ്ങൾക്കേവർക്കും നമസ്കാരം നമസ്കാരം നിങ്ങൾക്കേവർക്കും ഓ തകതൈ തകതൈ അഴിമകളും ഒരുമിച്ച് അഴിമകളും ഒരുമിച്ച് ഒരു കട്ടിൽ മേലം നേരം തകതൈ തകതൈ ഏഴാം മാളിക മുകളിൽ ഇരുന്നരുളും തകതൈ തകതൈ ഏഴു രണ്ടുലകമേ ഏഴു രണ്ടുലകുവാഴി ആയാതമ്പൂരാനത്രയും തകതൈ തകതൈ താഴത്തന്റെ വയസ്സനെ താഴത്തന്റെ വയസ്സനെ ദൂരത്തു കണ്ടേതൈ തകതൈ തകതൈ കണ്ടാലെത്ര കഷ്ടമേ കണ്ടാലെത്ര കഷ്ടമെത്രയും മുഷിഞ്ഞ ജീർണവസ്ത്രം കണ്ടാലെത്ര കഷ്ടമേ കണ്ടാലെത്ര കഷ്ടമെത്രയും മുഷിഞ്ഞ ജീർണവസ്ത്രം തകതൈ തകതൈ കൊണ്ടു തച്ചുടുത്തിട്ട് കൊണ്ടു തച്ചുടുത്തിട്ടു തരിയാവുമിട്ടേതൈ തകതൈ തകതൈ മുണ്ടിൽ പോതിഞ്ഞ പോതിയും മുണ്ടിൽ പോതിഞ്ഞ പോതിയും മുഖ്യമായ പുസ്തകവും തകതൈ തകതൈ രണ്ടും കൂടെ കക്ഷത്തിങ്കൽ രണ്ടും കൂടെ കക്ഷത്തിങ്കൽ ഇടുക്കിക്കൊണ്ടേതൈ തകതൈ തകതൈ ഭദ്രമായ ഭസ്മവേ ഭദ്രമായ ഭസ്മവുന്ത ഇച്ചു നമസ്കാരഗീണ ഇച്ചു നമസ്കാരഗീണ ഭദ്രമായ ഭസ്മവേ ഭദ്രമായ ഭസ്മവും ധരിച്ചു നമസ്കാരഗീണ തകതൈ തകതൈ കണ്ടില്ലേ? മുദ്രയും മുഖരമായ മുദ്രയും മുഖരമായ പൊളിക്കൂടയുണ്ടേ രുദ്രശാമാലയുമെത്തി രുദ്രശാമാലയുമെന്തി നാമകീർത്തനവും ചെയ്തു. കണ്ടില്ലേ? ഇതാണ് ഇവിടുത്തെ ഒരു ആവേശം. വള്ളംകളിക്ക് വലിയ ആവേശമാണ്. ഇവിടെ ഒരു
ലിംഗവ്യത്യാസമില്ല, ജാതിമത വ്യത്യാസമില്ല, ഒരേ മനസ്സാണ്, ഒരേ ശബ്ദമാണ്, ആർപ്പുളിയുടെ ആരവമാണ്. അതായത് ചെറിയ പിള്ളേരെക്കാളും ശക്തിയോടുകൂടെയും എന്താ പറയാ ആവേശത്തോടുകൂടെയാണ് ആന്റിമാരൊക്കെ. ഇതൊക്കെ എനിക്ക് ആദ്യത്തെ അനുഭവമാണ് കേട്ടോ, ഞാനിത് ഒരിക്കലും മറക്കില്ല. സത്യം സത്യം സത്യം. വെൽക്കം ടു ഗോഡ്സ് ഓൺ കൺട്രി. അതിഗംഭീരമായിരുന്നു. അത് സന്തോഷം. ഏതായാലും പോകുന്നതിന് മുന്നേ ഒരു പാട്ട് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് പാടിയിട്ടുണ്ട്. ഓക്കെ, സന്തോഷം. ഇതിനെ വലിയ ആവേശത്തോടു കൂടിയാണ് നമ്മുടെ ഈ നാട്ടിലുള്ള തീർച്ചയായും നിർത്തുന്നില്ല. അതാണ് ആ ഒരു ഓളം കണ്ടോ. നമ്മൾ വരുമ്പോഴത്തേക്കിനും ഇവരുടെ എനർജിയുടെ ആ ഓളത്തോട് തന്നെ പോവാണ്. ഇവർ പാടാൻ തുടങ്ങിയപ്പം ആളുകളെല്ലാം ഇങ്ങോട്ടേക്ക് നോക്കി തുടങ്ങി. അവരുടെ ആ ഒരു ആളുകളുടെ എനർജി നമുക്ക് മുഖത്തുനിന്ന് കാണാനായിട്ട് പറ്റും. ഇനി ഈ ആവേശം ഓരോ നിമിഷവും ആ ആവേശം ഓരോ നിമിഷവും അണുവിടാതെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കാൻ മാതൃഭൂമി പൂർണ്ണ സജ്ജമാണ്. നമ്മുടെ എത്ര ദിവസമായിട്ട് സജ്ജമാണ്.